നമ്മൾ തന്നെ മാതൃകയാക്കണം. വയലുകൾ മാത്രമായിട്ട് കാര്യമില്ലടോ, അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ വെക്കുന്നവനും ദീനുണ്ടാകണം, പറയുന്നവനും ദീനുണ്ടാകണം, കേൾക്കുന്നവനും ദീനുണ്ടാകണം. അപ്പോഴാ വയല് പ്രയോജനമുണ്ടാകുന്നത്. അല്ലാതെ പടച്ചവനെ മറ്റുള്ളവന് പറയാൻ പറ്റുന്ന രീതിയിലാകരുത്. നമ്മൾ ദീനുണ്ടാകണം. ദീനിനാണ് പരിഗണന. ഏത് വിഷയത്തിനും ദീനിനാണ് പരിഗണന. അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിക്കുമ്പോഴും ദീൻ പരിഗണിക്കാൻ പറയുന്നത്. കല്യാണത്തിന് പോകുമ്പോൾ പറയാറുണ്ട്, ഈ പെണ്ണുങ്ങൾ ചോദിക്കുക, എന്തിനാ ഉസ്താദെ ഞങ്ങളെ മാത്രം ഇങ്ങനെ പറയണേന്ന്. ഇവർ വിചാരിക്കണത് വാഴ്ന്നു പറഞ്ഞ ഉസ്താദന്മാർക്ക് ഇവരോടൊന്നും വൈരാഗ്യം ഉണ്ടെന്ന്. സ്വർണം തരാത്തോണ്ടാ? അല്ല, പെണ്ണുങ്ങളോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല. സഹോദരിമാരെ, നിങ്ങൾ നന്നാകണം. നിങ്ങൾ നന്നായാൽ പടച്ചവനെ വീട് നന്നായത്. അതുകൊണ്ടാ പെണ്ണുങ്ങൾ നന്നായാൽ തന്നെ വീട് നന്നാകും. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറവാക്ക. നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിൻ്റെ പെണ്ണും പിള്ളയ്ക്ക് ദീനില്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്ക. നീ എത്ര വലിയ തങ്ങളാണെങ്കിലും മഹാനാണെങ്കിലും ആലിമാണെങ്കിലും പെണ്ണും പിള്ള ശരിയല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സംശയമുണ്ടോ? ഞാൻ തെളിവ് തരാം. നീ എത്ര വലിയ ആളാണെങ്കിലും ഖത്തീബ പള്ളിയില് വയല് പറയുന്നവനാ അല്ലെങ്കിൽ തങ്ങളാ, നീ ആരുമാവട്ടെ, കെട്ടിയ പെണ്ണ് നല്ലവളല്ലെങ്കിൽ നിന്റെ മക്കളുടെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. കൂട്ടുകാരൻ നൂഹിൻ്റെ പേരല്ല പറഞ്ഞ്, ഒരു പ്രവാചകൻ്റെ പേരാ പറഞ്ഞ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. എത്ര വർഷം ദഅവത്ത് നടത്തി? ഉറക്കപ്പറ, എത്ര വർഷം? 950 കൊല്ലം അള്ളാഹയെക്കുറിച്ച് പറഞ്ഞ നബി. അതുപോലെ ഒരു നബിയും പറഞ്ഞിട്ടില്ല. ആ നബിയുടെ ഭാര്യ മുസ്ലിമായോ? പറ, മുസ്ലിമായോ? ഇല്ല. ആ നൂഹ് നബിയുടെ ഭാര്യക്ക് അള്ളാഹനെ വിശ്വാസമില്ലായിരുന്നു. തൻ്റെ പൊന്നുമകൻ വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ, എടാ കേറടാ, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഈ കപ്പലിൽ കേറടാ, രക്ഷപ്പെടടാ, വാപ്പാടെ പണി നോക്കിക്കോളാൻ. പ്രവാചകനായ പിതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഓൻ പറയുക, ചാവുക വെള്ളത്തിൽ, വാപ്പ ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും, ഉപ്പൻ്റെ പണി നോക്കിക്കോളാൻ. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, മോനെ ഉപ്പച്ചി വിളിക്കും, ഉപ്പൻ്റെ പണി നോക്കിക്കോളാൻ. മുങ്ങി ചത്തുപോയടോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ മകൻ? എത്ര കൊല്ലം ദഅവത്ത് നടത്തിയ നബി? 950 കൊല്ലം അള്ളാഹയെക്കുറിച്ച് പറഞ്ഞ നബിയുടെ മകൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞേ. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ആ ലൂത്ത് നബിയുടെ ഭാര്യ അള്ളാഹനെ വിശ്വാസം ഇല്ലാത്തവളായിരുന്നു. മക്കളും പോയി. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. പിന്നല്ലേ അത്തപ്പാടിയായ നീ. ഇതാ ഞാൻ പറഞ്ഞേ, വീട്ടിലെ പെണ്ണ് നല്ലവളാണെങ്കിൽ മക്കൾ നല്ലവരാകും. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ദീനുള്ളവരാക്കി തരുമാറാകട്ടെ. അതിനാടാ ചെറുപ്പക്കാരാ പറയുന്നത്, പണം നോക്കരുത്, സൗന്ദര്യം നോക്കരുത്, കുടുംബ മഹിമ നോക്കരുത്, കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കാൻ പറയുന്നത് കൊണ്ടാ. ദീനുള്ള പെണ്ണിനെ കെട്ടണം. ദീനുള്ള പെണ്ണിനെ കെട്ടുമ്പോഴാണ് ആ ജീവിതത്തിൽ നല്ല മക്കൾ ഉണ്ടാകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചുമ്മാ പറഞ്ഞല്ല, ഈമാൻ തരുമാറാകട്ടെ. ഒരു ഉദാഹരണം പറയട്ടെ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. ഉമർ തങ്ങൾക്ക് തൻ്റെ ജനതയെക്കുറിച്ച് മനസ്സിലാക്കാൻ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോൾ ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ അടിപൊളി വഴക്ക് നടക്കുക. ഉമ്മായും മോളും കൂടെ അങ്ങോട്ട് വഴക്ക്. ഉമർ തങ്ങൾ ഒളിഞ്ഞു നോക്കിയതൊന്നും അല്ലട്ടാ, നടന്നു പോണ വഴിയിൽ വഴക്ക് കേട്ടപ്പോൾ ഒന്ന് നിന്നു. എന്താ ഉള്ള പ്രശ്നം? ശബ്ദം കേൾക്കുന്നല്ലോ. ഉമർ തങ്ങൾ ഇങ്ങനെ നിന്നപ്പോൾ ഉമ്മ മകളോട് പറയുന്നു, പാലിൽ വെള്ളം കലർത്തടി, പാലിൽ വെള്ളം കലർത്തിയിട്ട് വിൽക്കണം. അപ്പം മോള് പറയുന്നു, ഉമ്മ ഇത് പാവവാ, ഇത് തെറ്റാ, ഇത് ചതിയാ, ഞാൻ ചെയ്യൂല, ഞാൻ ഒരിക്കലും പാലിൽ വെള്ളം കലർത്തി കച്ചവടം ചെയ്യൂല. അപ്പം ഉമ്മ പറയുന്നുണ്ട്, ചെയ്യടി, നിന്നോട് ഞാനാ പറഞ്ഞ പാലിൽ വെള്ളവും കലർത്ത്. അപ്പോൾ ഉമ്മാനോട് മകള് പറയുന്നുണ്ട്, ഉമറാ രാജ്യം ഭരിക്കണേ, ഉമർ അങ്ങാണ് ഇത് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിനും വെറുതെ വിടൂല. അപ്പോൾ ഉമ്മ ചോദിക്കുക, ഉമർ വീട്ടിൽ കിടന്ന് ഉറങ്ങാ, നീ വെള്ളം കലർത്തുന്നത് ഉമ്മ എങ്ങനെ ആരാനാ? എടാ, നമ്മൾ വീട്ടിൽ വെള്ളം കലർത്തുന്നത് ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങണ ചങ്ങായി. ഇപ്പം വന്ന് നടക്ക, മര്യാദയ്ക്ക് വെള്ളം കലർത്തടി. പൊന്നാര മകൾ ഉമ്മാനോട് പറയുന്നു, ഉമ്മ ഉമർ ഉറങ്ങുമായിരിക്കും, അല്ല ഉറങ്ങുന്നില്ല ഉമ്മ. ആ പൊന്നോള് പറയാ, ഉമർ കാണുന്നില്ലായിരിക്കും, പക്ഷെ പടച്ച റബ്ബുണ്ടാ, ആ അല്ല നമ്മൾ ചെയ്യണത് കണ്ടുകൊണ്ടിരിക്കുക. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയടോ ആ മറുപടി കേട്ടപ്പോൾ. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു, ഒരാളെ പറഞ്ഞു വിട്ടു ആ കുട്ടി ഏതാന്ന് അന്വേഷിക്കാൻ. അങ്ങനെ ആ വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ആ മോളൊരു യതീമ, വാപ്പയില്ല, വാപ്പ മരണപ്പെട്ടു പോയി. ആ ഉമ്മയും നല്ല ഉമ്മ തന്നെയാ, കള്ളിയൊന്നും അല്ലട്ടാ, പാലിൽ വെള്ളം കലർത്തുന്നത് തള്ളയൊന്നുമല്ല.
പിന്നെ എന്തുകൊണ്ടാണ് കലർത്താൻ പറഞ്ഞത്? ആകെ ഒരൊട്ടകമുണ്ട്, ആ ഒട്ടകത്തിൻ്റെ പാല് കറന്നിട്ട് വിൽക്കുന്ന പൈസ കൊണ്ട് ആ വീട് കഴിഞ്ഞു പോകുന്നത്. വേറെ വരുമാനമൊന്നുമില്ല. കുറേ ദിവസമായിട്ട് പാലില്ലടോ. ഒട്ടകത്തിന് പാലില്ലാതെ വന്നപ്പോൾ ആ വീട് പട്ടിണിയില്ല. വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഒരല്പം പാല് കിട്ടിയപ്പോൾ ഉമ്മ പറഞ്ഞു, ഇത്തിരി വെള്ളം കലർത്തിയിട്ട് കൊടുക്ക്, തിന്നാൻ വല്ലതും കിട്ടുമല്ലോ. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഉമ്മ പറയണേ, ഈ പാലിൽ ഇത്തിരി വെള്ളം കലർത്തി കൊടുത്താൽ കഴിക്കാൻ വല്ലതും കിട്ടുമല്ലോ. അപ്പോഴാ മോള് പറയണ അല്ലണ്ടെന്ന്. ഉമർ തങ്ങൾ വീട്ടിൽ ചെന്നിട്ട്, ഖലീഫയാ, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാ, വീട്ടിൽ ചെന്നിട്ട് ആ മക്കളെ രണ്ടെണ്ണത്തിനെ വിളിച്ചുടാ, അങ്ങ് വാടാ മക്കളെ, എടാ അള്ളാനെ പേടിയുള്ളൊരു പെണ്ണുണ്ട് കേട്ടാ, എനിക്ക് കെട്ടണമെന്നുണ്ട് ആഗ്രഹം. ഉമർ തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു, ആ മോളെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായമായതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കില്ല. മക്കളെ, പണമില്ല, വലിയ തറവാടൊന്നുമില്ല, വലിയ കൊട്ടാരമൊന്നുമില്ല, യത്തീമാടാ മോളെ, പക്ഷേ ആ പെണ്ണിൻ്റെ ഹൃദയത്തിൽ അള്ളയുണ്ട്, നിങ്ങൾ ആരെങ്കിലും കെട്ടുമോ? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് തൻ്റെ മക്കളോട് ചോദിക്കുക, ആ യത്തീമായ പെണ്ണിനെ കെട്ടാൻ തയ്യാറാണോ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പച്ചി, എനിക്ക് വേണം. പണവോ സൗന്ദര്യമോ കുടുംബമോ ഒന്നും വേണ്ട, അള്ള ഉണ്ടോ ഹൃദയത്തിൽ, എനിക്ക് വേണം, കല്യാണം കഴിച്ചിടോ. ആ ഉമർ തങ്ങളുടെ മകൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? കരയും ചെറുപ്പക്കാരാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം വായിച്ചാ നമ്മുടെ കണ്ണ് നിറയുമടോ. അല്ലാഹുവേ, പടച്ചവനെ, മരണമെടുത്തെന്ന് മനസ്സിലാവുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് തൻ്റെ മരണമെടുത്തെന്ന് മനസ്സിലായി. എന്ത് ചെയ്തെന്നറിയുമോ? കുളിച്ച് റെഡിയായിട്ട് തൻ്റെ റൂമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, മരിക്കാനുള്ള തയ്യാറെടുപ്പോടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, പോകാൻ സമയമായി ഫാത്തിമ, എൻ്റെ മരണം അടുത്തിരിക്കുന്ന ഫാത്തിമ. പൊരുത്തം ചോദിച്ചടോ, വസിയത്തുകൾ ചെയ്തടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പോവുകയാണ്. അവസാനമായി പരസ്പരം യാത്ര പറയുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാ, ഫാത്തിമ നിന്ന് കരയുകയാ. ആ സംസാരം ഒരുപാട് നേരം ഇങ്ങനെ നീണ്ടുപോയി. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ കരയുകയാണ്, ഫാത്തിമ കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എങ്കിൽ റൂമിൻ്റെ പുറത്തിറങ്ങ്, എങ്കിൽ റൂമിൻ്റെ പുറത്തിറങ്ങ്, വാതിലടയ്ക്കു ഫാത്തിമ. വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ ചോദിക്കുന്നു, ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്. ഈ മരിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ചാരത്ത് നിൽക്കേണ്ടവളാണ് ഞാൻ. എന്നെ എന്തിനാ പുറത്തിറക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നി അറാ خلقوا ليسوا بأناس ولا ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എൻ്റെ കൂട്ടുകാർ വരുന്നു ഫാത്തിമ, എൻ്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. ഒന്നിറങ്ങുമോളെ, എങ്ങനെയെങ്കിലും നീ റൂമിൻ്റെ പുറത്തും നിറങ്ങ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ സമാധാനമില്ലാതെ, മനസ്സില്ല മനസ്സോടെ റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഭർത്താവിൻ്റെ റൂമിൻ്റെ വാതിലടയ്ക്കുകയാ. സമാധാനമില്ലടോ. തൻ്റെ പ്രിയതമന് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് റൂമിനകത്ത് കിടക്കുമ്പോ വെളിയിൽ വാതിലടച്ചിട്ട് നിൽക്കുന്ന ഭാര്യ, പടച്ചവനെ, ടെൻഷനായടോ. ആരാ എൻ്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? എൻ്റെ ഭർത്താവ് ആള് വരുന്നെന്ന് പറഞ്ഞല്ലോ. ആരാ പടച്ചവനെ എൻ്റെ
ഭർത്താവിനെ കാണാൻ വരുന്നതാരാ? അല്ലാ. അതാ ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാ. ഭർത്താവിന്റെ റൂമിനകത്തേക്ക് ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ, അസ്സലാമു അലൈക യാ അസ്റായീൽ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ്. വാസിറായിലെ വാസിറായിലെ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കൺതടങ്ങൾ നിറഞ്ഞ് ഒഴുകുകയാണ്. അസ്റായിലിനെ സ്വീകരിക്കുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന ഖാബിദുൽ അർവാഹിനെ അതാ അവിടെ നിന്ന് സ്വീകരിക്കുകയാ. അവിടെ നിന്ന് സലാം പറയുകയാ. ഭാര്യയ്ക്ക് ടെൻഷനായടോ. തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. എങ്ങനെയാ അല്ലാ, തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അതാ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നു. ചെറുപ്പക്കാരാ, എപ്പോഴാണെന്നറിയോ? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി വീടിനകത്ത് കടന്നു വന്നപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്യുക. ഏതായത്തെന്നറിയോ? സാധാരണ ആയത്തല്ലടാ പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. ഏതായത്താ ഓതിയതെന്നറിയോ? തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, എന്റെ കൂടെ കിടന്ന ഫാത്തിമ, എന്റെ പ്രിയതമയായ ഫാത്തിമ, തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഫാത്തിമ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. തന്റെ പ്രിയപ്പെട്ടവളോട് വിളിച്ചു പറയുകയാണ്, മുഖത്തേക്ക് തുണിയെടുത്തിട്ട് ബാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലോകത്തോട് വിട പറയുകയാണ്. റൂമിനകത്ത് കിടക്കുന്ന ഭർത്താവിന് അനക്കമില്ലാതെ വന്നപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ റബ്ബേ, എന്തൊരു സുഗന്ധമെന്നറിയോ? തന്റെ ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയെങ്ങു മാറ്റുമ്പോ എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു പുഞ്ചിരിയാ അല്ലാ. തന്റെ ഭർത്താവിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പോലും കഴിയുന്നില്ലടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാർ മുഴുവനും അറിഞ്ഞടോ. എല്ലാവരും മരണ വീട്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരും പറയുന്നു, എന്തൊരു മരണമാ അല്ലാ, എന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു സുഗന്ധമാ അല്ലാ. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു. ഖബറിലേക്ക് ഇറക്കി വെച്ചു. എല്ലാവരും മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പിടിമണ്ണ് വാരി എല്ലാവരും ഖബറിനകത്തിട്ടടോ. ജനാസ ഖബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല, ഒരാളും പോകുന്നില്ലടോ. എല്ലാവരും പള്ളിയുടെ പരിസരങ്ങളിൽ ഒരുമിച്ച് കൂടുകയാണ്. അവര് പറയുകയാ, എന്തൊരു മരണമാ തമ്പുരാന്. അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഷഹാദത്ത് കലിമ പറഞ്ഞല്ലോ. പടച്ചവരെ,
എന്തൊരു സുഗന്ധമായിരുന്നു അല്ലാ. മരിച്ച മയ്യത്ത് കബറടക്കിയിട്ട് എല്ലാവരും പള്ളിയുടെ പരിസരത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു. പടച്ചവന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആ ജനാസ കൊണ്ടുവന്ന വീടിന്റെ മുറ്റത്ത് ഒരു നാട് മുഴുവനും വന്ന് നിന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ നീ സങ്കടത്തിലാണെന്നറിയോ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയോ, നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഫാത്തിമ, സങ്കടപ്പെടുത്താമെന്നതല്ലോ, വേദനിപ്പിക്കാമെന്നതല്ലോ, ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ഒരേ ഒരു കാര്യം ചോദിക്കാനാ. ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. ഒരേ ഒരു ചോദ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മുഴുവനും വന്ന് നിൽക്കുന്നത്. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയോ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോൾ അസ്റായിലിനോട് സലാം പറഞ്ഞു ഫാത്തിമ. നിന്നോട് വിളിച്ചു പറഞ്ഞല്ലോ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. നിന്റെ ഭർത്താവ് മരിച്ചത് ഖുർആൻ ഓതിയിട്ടാ ഫാത്തിമ. സഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞല്ലോ. എന്തൊരു പ്രകാശമായിരുന്നു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഞങ്ങൾക്കും വേണം ഫാത്തിമ, ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതുകൊണ്ട് അല്ലാഹു നിന്റെ ഭർത്താവിന് ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാൻ എന്തോ ഒരു നന്മ നിന്റെ ഭർത്താവ് ചെയ്തിരുന്നു ഫാത്തിമ. ഒരു നാട് മുഴുവനും മരിച്ചുപോയ ഭർത്താവിന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കിയിട്ട് തന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് ഭാര്യയോട് ചോദിക്കുമ്പോ ആ മഹ്ദി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സരിൽ ലിന്നാസി സലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ എൻ്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദന അഖ്വഫ ലില്ലാഹ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവിനെ പോലെ പടച്ച റബ്ബിനെ പേടിച്ച് നടക്കുന്ന ഒരു മനുഷ്യന്. എൻ്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയാ. റുബമായദുകുറുല്ലാഹ ഫിൽ ലൈൽ യദുകുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹ. ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാ എന്നൊന്നു പറഞ്ഞു മോളെ, അല്ലാ എന്നൊന്നു ഭാര്യ പറഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുകയാ. അല്ലാ എന്നൊന്നു പറഞ്ഞപ്പോ നരകമല്ല, മരണമല്ല, ഖബറല്ല, മസ്റയല്ല, ഹിസാബല്ല, സിറാത്തല്ല, അല്ലാ എന്നൊന്നു പറഞ്ഞപ്പോ സുബഹി വരെ എൻ്റെ ഭർത്താവിരുന്ന് കരഞ്ഞു എന്ന് പറയുമ്പോ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ.
ഇതാടോ വിശ്വാസത്തിന്റെ അടയാളം, അതാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ. എന്തിനായി ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയോ? ആരുടെ മോനാണെന്നറിയോ? ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയോ? പെങ്ങളെ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി നടന്നു പോയപ്പോ പാലിലെ വെള്ളം കലർത്താൻ ഉമ്മ പറഞ്ഞപ്പോ, ഉമ്മ പാപവാ ഉമ്മ, അല്ലാഹു ശിക്ഷിക്കും ഉമ്മ, ഇടീ പാലിൽ വെള്ളം കലർത്തടി ഉമ്മ. ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഉമറങ്ങാണ് മറിഞ്ഞ വെറുതെ വിടില്ല ഉമ്മ. ഉമർ എങ്ങനെ അറിയാനാണ്? ഉമർ കിടന്ന് ഉറങ്ങുകയാ, പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞപ്പോ ഉമ്മ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ. ഉമ്മ, പടച്ച റബ്ബ് കാണുന്നുണ്ട് ഉമ്മ, അല്ല ഉറങ്ങുന്നില്ല ഉമ്മ, അല്ല ഹാദിറാ ഉമ്മ, അല്ലാഹു സാഹിദാ ഉമ്മ എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ മകളുടെ മകനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇതാ പെണ്ണെ, നിന്നോട് വഅദ് പറയുമ്പോ നിങ്ങളെ ഞങ്ങൾ ഇത്ര നല്ല പോലെ ഇത്തിരി കടുത്ത ഭാഷയിൽ നിങ്ങളോട് പറയുന്നത് വെറുപ്പ് കൊണ്ടല്ല. നീ നന്നായ വീട് നന്നായി പെങ്ങള്, മക്കള് നന്നായി പെങ്ങള്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവേ വകാനൂ ലനാ ഖാശീൻ. അല്ലാഹുവിനെ ഭയന്ന് നടക്കണേ ചെറുപ്പക്കാരാ. മോനെ, എപ്പോ എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് നിമിഷമാണ് മരണം വരുന്നതെന്നറിയില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിഷാദെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ പരിസരത്തൊരു വീടിലേക്ക് കൊണ്ടുപോയടോ. 11 ദിവസം മുമ്പ് ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ്റെ ജനാസ നിങ്ങളിൽ പലരും കണ്ടവരാ മക്കള്. 20ാമത്തെ വയസ്സിൽ പടച്ചവന്റെ വെളി വന്നപ്പോ വെള്ളത്തിൻ്റെ അകത്ത് മുങ്ങി മരിച്ചുപോയ ഒരു പൊന്നുമോന്റെ ജനാസ കണ്ടവരല്ലേ. പ്രായമൊന്നും ഒരു കാരണമല്ലടോ, രോഗം വേണ്ടടോ. എപ്പോഴാണ് അസ്റായിൽ വരുന്നതെന്നറിയില്ല. വഅദ് പറയുമ്പോഴാണോ, വഅദ് കേൾക്കുമ്പോഴാണോ, പോകുന്ന വഴിയിലാണോ, കിടക്കുന്ന റൂമിലാണോ, നിസ്കാരപ്പായിക്കകത്താണോ, ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിലാണോ, എപ്പോഴാണെന്നറിയില്ല. അസ്റായിൽ വന്നാ പോകണം മോനെ. ഒരു നിമിഷം പോലും നമുക്ക് അല്ലാഹു തരില്ലടോ. അതുകൊണ്ട് ചിരിയും കളിയും ആസ്വാദനമൊക്കെ മാറ്റിക്കോ. ഒരുപാട് ചിരിക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് ആസ്വദിക്കുന്നവരുണ്ടല്ലോ. ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, കുല്ലും ബ്രിഇൻ മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ ശിറാകി നഅലിഹി. കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഒരുപാട് സന്തോഷമുണ്ടാകുമ്പോ, ഒരുപാട് കളിയും തമാശയും കോമഡിയും പറഞ്ഞ് ചിരിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാ നോക്കാൻ പറയുന്നത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിൻ്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ട്. ഈ ചിരിയെ തകർത്ത് കളയും, ഈ സന്തോഷത്തെ തകർത്ത് കളയാൻ ഇടിത്തി പോലെ അസ്റായിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരും. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം തരുമാറാകട്ടെ. ഈ റോഡിൽ നിൽക്കുക, ഇങ്ങോട്ട് നോക്കുക മനുഷ്യ, നിങ്ങൾ ഈ റോഡിൽ നിൽക്കുക. ഭരണിക്കാവിലേക്ക് പോകുന്നൊരു ബസ് വന്നു, ചാടി അതിനകത്ത് കയറി സീറ്റിൽ പോയിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടക്ടർ ഇങ്ങനെ ടിക്കറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. നിനക്കറിയാം ഒരു ദിവസം ഒരു സമയം നിൻ്റെ അടുത്ത് വരുമെന്ന്. അപ്പോൾ കണ്ടക്ടർ നിൻ്റെ അടുക്കൽ വരാൻ സമയമാകുമ്പോൾ
നീ ദുആ ചെയ്യുക, അല്ലാ എന്നെ താമരക്കുളത്തെത്തിക്കണേ പടച്ചവനെ എന്ന് ദുആ ചെയ്താൽ എത്തുവോ? എടാ, ഭരണിക്കാവിലോട്ട് പോകുന്ന ബസ്സിനകത്ത് കയറിയിരുന്നിട്ട് താമരക്കുളത്തെത്തിക്കാൻ പറഞ്ഞാൽ എത്തുവോ? നീ എന്നാ കണ്ടിട്ടാ അല്ലാ എനിക്ക് നല്ല മരണമെന്ന് ചോദിക്കണേ? എടാ, എല്ലാവർക്കും വേണ്ടത് നല്ല മരണം. നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മ എന്ന് പറഞ്ഞ് ഒരെണ്ണം. എടാ, നമ്മൾ ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. നല്ല മരണമെന്ന് പറഞ്ഞാൽ പടച്ചവനെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കടങ്ങളൊക്കെ തീർത്ത് അൽഹംദുലില്ലാ ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് നബിതങ്ങളെ സാക്ഷിയാക്കി മരിക്കണം. നെറ്റിത്തടം വിയർക്കണം, മൂക്കിൻ്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിൽ സുഗന്ധമുണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണം എന്ന് പറഞ്ഞാൽ. എടാ, നല്ല മരണം കിട്ടിയവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അത് നല്ലതാണോ മോശമാണോ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു നന്മ പറഞ്ഞേ. നിസ്കാരം ഉണ്ടില്ലേ? ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇന്നാഴത്തേനെയും കുലുഹുവല്ലയും 4 പേര് കാണാനുണ്ടെങ്കിൽ നീ ബക്കറ ഓതിയിട്ട് വേണമെങ്കിൽ നിസ്കരിക്കും അല്ലേ? ഉസ്താദ്, എൻ്റെ വാപ്പ ഒരു മുഖത്തൊരു ക്ഷീണം, 3 മണിക്ക് എഴുന്നേറ്റാൽ പിന്നെ ഞാൻ ഉറങ്ങാറില്ല. എത്ര കാലമായി എന്നറിയോ? എന്ന് പറഞ്ഞാൽ തഹജ്ജുസ്കാരുണ്ടെന്നായി പറഞ്ഞതിനർത്ഥം. എന്തേ സഹോദരാ ക്ഷീണിച്ചു പോയത്? എൻ്റെ പൊന്നാര ആമിന, തിങ്കളും വ്യാഴവും ഓർമ്മ വെച്ച കാലം മുതൽ നോമ്പാ എനിക്ക്. ഞാൻ 1998 പോയപ്പോൾ ഹജ്ജിന് പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നു, 2000 പോയപ്പോൾ അങ്ങനെയാണ്. ഞാൻ 5 ഉംറ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരോട് പറയുക നമ്മൾ, എടാ സദസ്സ് പള്ളിയിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് പൈസ ചോദിച്ചാൽ ചാടി എഴുന്നേറ്റ് പറയും ഞാൻ തരാമെന്ന്. ഒറ്റയ്ക്ക് വീട്ടിൽ പോയി നോക്കിക്കേ, ഗേറ്റ് പോലും തുറക്കൂല നമ്മൾ. നമ്മുടെ നന്മകളിതാ, നമ്മുടെ നന്മ നാട്ടുകാർക്കറിയാം, അള്ളാഹ്നറിയില്ല ചങ്ങാതി. എൻ്റെ പൊന്നാര സഹോദര, അള്ളാഹ് അറിയാൻ വേണ്ടി ഒരെണ്ണമെങ്കിലും ചെയ്തു വെക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ നബിതങ്ങളുടെ മുമ്പിൽ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നു. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നു. നബിതങ്ങളുടെ റൂഹ് പിടിക്കണ സമയത്ത് ആ നബിതങ്ങൾ ചോദിച്ചു, അസ്റായിൽ ഒന്ന് പതുക്കെ പിടിക്കോ, എനിക്ക് വേദനിക്കുന്നു അസ്റായിലെ. ഏത് നബി? മരിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ വീടിനകത്തിരുന്ന അവസാനത്തെ പൈസയും എടുത്ത് പാവങ്ങൾക്ക് കൊടുത്ത നബി. മരിക്കുന്നതിൻ്റെ തലേ ദിവസവും തൻ്റെ വീടിനകത്തിരുന്ന പൈസയെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ചാടി ആയിഷയോട് പറഞ്ഞു എടുത്തുകൊണ്ട് വരാൻ, എളുപ്പം കൊണ്ടുവാ. നബി നിങ്ങൾ കരഞ്ഞടോ പൈസ കണ്ടിട്ട്. എന്തേ നബിയെ കരയണേ? ഇതെൻ്റെ വീട്ടിലിരിക്കണ സമയത്ത് ഞാൻ മരിച്ച അള്ളാഹിനോട് ഞാൻ എന്തു പറയും? ആയിഷ കൊണ്ട് പാവങ്ങൾക്ക് കൊടുക്ക്. തൻ്റെ വീട്ടിലിരുന്ന അവസാനത്തെ 1 രൂപയും പാവങ്ങൾക്ക് കൊടുത്ത നബിതങ്ങൾ അസ്റായിലിനോട് പറയുക, ഒന്ന് പതുക്കെ പിടിക്കാൻ, എനിക്ക് വേദനിക്കുന്നു അസ്റായിലെ. എനിക്കറിയില്ല നബിയെ. അസ്റായിൽ പറഞ്ഞ മറുപടി, ഇതിനേക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല. നബിതങ്ങൾ എഴുന്നേക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അവസാനം അടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബിതങ്ങൾ മുഖത്തൊഴിച്ചു. എന്തുകൊണ്ട്? മരണത്തിൻ്റെ വേദന താങ്ങാൻ പറ്റാത്തതുകൊണ്ട്. ഈ ലോകത്ത് അല്ലാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള നബിതങ്ങളാണിത് പറഞ്ഞതെങ്കിൽ ഞാൻ എത്ര കരയോടോ, നിങ്ങളെത്ര കരയോടോ. കോഴിക്കടയിൽ പോയിട്ട് കോഴി അറുത്തിട്ടിട്ട് ആ ഡബ്ബയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ പെടയുന്നത് നമ്മൾ നോക്കി നിൽക്കും. വലിയ പെരുന്നാളിന് പോത്തിനെയും ആടിനെയൊക്കെ അറുത്തിടുമ്പോൾ കൈയിട്ടടിച്ച് കാലിട്ടടിച്ച് തുള്ളി തുള്ളി ചാടി അവസാനം തലയിങ്ങനെ അടിച്ചടിച്ചടിച്ച് ആ മൃഗം മരിക്കുന്നത് ഞാനും നിങ്ങളിങ്ങനെ രസിച്ച് കാണും. എന്നാ ചിന്തിച്ചിട്ടുണ്ടോ? അത് കാലിട്ടടിക്കുന്നത് കോമഡി കേട്ടിട്ടല്ല, മരണത്തിൻ്റെ വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ടാ. ആ കോഴി ചിറകിട്ടടിക്കുന്നത്, തലയിട്ടടിക്കുന്നത്, കടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് ആ മരണത്തിൻ്റെ വേദന സഹിക്കാൻ പറ്റാതെയാ. ആ കോഴിയോട് കാണിച്ച കരുണ പോലും അല്ലാഹ് എന്നോട് നിങ്ങളോട് കാണിക്കില്ല. ആ പോത്തിനോട് കാണിച്ച കരുണ പോലും റബ്ബ് നമ്മളോട് കാണിക്കില്ല. കാരണം പോത്തിന് കാലിട്ടടിക്കാൻ, കൈയിട്ടടിക്കാൻ, തലയിട്ടടിക്കാം. എനിക്കും നിങ്ങൾക്കോ പറ്റൂല്ലടോ. 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും. ആ മരണം എപ്പോൾ എവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. എന്തുണ്ട് മോനെ നിൻ്റെ ജീവിതത്തിൽ?
എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ ആയുസ്സിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നല്ലോ. അള്ളാഹ് നിനക്ക് തന്നിട്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഒരെണ്ണമെങ്കിലും, ഒരു നന്മയെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഇന്ന് വഴുത് കടിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ നീ അങ്ങ് മരിച്ച എന്തുണ്ട് നിൻ്റെ കയ്യിൽ കൊണ്ടുപോകാൻ? അതുകൊണ്ട് സഹോദര സഹോദരി, മരിക്കുന്നതിന് മുമ്പ് എപ്പോൾ അസ്റായിൽ വന്നാലും അൽഹംദുലില്ലാ ഒരു നല്ല മരണം കിട്ടാൻ ഒരു നന്മ ചെയ്തു വെക്കുന്നത് നല്ലതാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.